എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ തന്നെ പ്രോമിസും ചെയ്തിരുന്നു. ഏകശ്ലോക രാമായണം അല്ലെങ്കിൽ ഏകശ്ലോകി രാമായണം എന്ന് പറയുന്നത് എന്താണ് എന്നും അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും ഉള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ദയവേത് സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. അപ്പോൾ ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ മുഴുവനായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം. കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏകശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് കേട്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. രാമായണം എന്നത് രാമൻ്റെ അയനമാണ് അല്ലേ. അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥം. ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം. ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത്. രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ തന്നെ പറയുന്നുണ്ട്. ഗോസ്വാമി തുളസീദാസാണ് ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നു. ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനഃപ്പാഠമായി എന്നും ജപിക്കാവുന്നതാണ്. നിങ്ങൾക്കിനി ഇതും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നും ഈ ശ്ലോകം കേൾക്കാവുന്നത് ഉചിതമാണ്, അത്യുത്തമമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റി മനസ്സും മനസമാധാനവും ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും. ഇതേ ഫലസിദ്ധിയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഏകശ്ലോക രാമായണം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾപ്പിക്കാം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണഹനനം ഏതദ്ധി രാമായണം. ഇതാണ് ഏകശ്ലോക രാമായണം. ഈ ശ്ലോകം ചില വ്യത്യാസങ്ങളോട് കൂടിയും ചില പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ രാമൻ വനത്തിലേക്ക് പോയി സ്വർണ്ണ നിറത്തോടെ വന്ന മാൻപേടിയെ പിന്തുടർന്ന് വധിച്ചു. വൈദേഹിയെ അപഹരിച്ചു. ജടായു മരണപ്പെട്ടു. സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി. ബാലിയെ നിഗ്രഹിച്ചു. സമുദ്രമാർഗത്തെ തരണം ചെയ്തു. ലങ്കയെ ദഹിപ്പിച്ചു. തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു. ഇത്രയുമാണ് ഏകശ്ലോക രാമായണത്തിൻ്റെ ഒരു അർത്ഥമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഏകശ്ലോക ഭാഗവതവുമുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ തന്നെ ഉറപ്പായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീഡിയോസ് പുണ്യം കർക്കിടകം എല്ലാ സീരീസും ഒന്ന് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദിനം എല്ലാവർക്കും നന്നായി വരട്ടെ. അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാമായണ പാരായണ സമയത്തും അല്ലെങ്കിൽ ശ്രീരാമ പൂജ സമയത്തും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ പേര് നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഹരേ രാമ 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 ഹരേ ഹരേ.